അപ്പൊ നമ്മളെ ഹാലോ ആൽക്കെയിൻസിന്റെ ആൽക്കഹോൾസിൽ നിന്നുള്ള പ്രിപ്പറേഷൻ അല്ലെ. അപ്പൊ നമ്മൾ പ്രിപ്പറേഷൻ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ആൽക്കഹോൾസിൽ നിന്നുള്ള പ്രിപ്പറേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഹൈഡ്രോ കാർബൺസിൽ നിന്ന് എങ്ങനെ ഹാലോ ആൽക്കെയിൻസിന്റെ പ്രിപ്പറേഷൻ, ഓക്കെ, അതാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഹാലോ ആൽക്കെയിൻസിന്റെ പ്രിപ്പറേഷൻസ് ആണല്ലേ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ആൽക്കഹോൾസിൽ നിന്നുള്ള പ്രിപ്പറേഷൻ നമ്മൾ വളരെ ഭംഗിയായിട്ട് ഡിസ്കസ് ചെയ്ത് തീർത്തു. ഇനി നമുക്ക് ഹൈഡ്രോ കാർബൺസിൽ നിന്ന് എങ്ങനെയാണ് ഹാലോ ആൽക്കെയിൻസിനെ പ്രിപ്പയർ ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ അതില് രണ്ട് മെത്തേഡ്സ് ആണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് NCERT തന്നിട്ടുള്ള. ഫസ്റ്റ് വൺ ആൽക്കെയിൻസിൽ നിന്നുള്ള പ്രിപ്പറേഷനും സെക്കൻഡ് വൺ ആൽക്കീൻസിൽ നിന്നും അല്ലെ. ആൽക്കെയിൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സിംഗിൾ ബോണ്ടഡ് ആയിട്ടുള്ള കാർബൺ ആറ്റംസും, ആൽക്കീൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാലേ ഡബിളി ബോണ്ടഡ് ആയിട്ടുള്ള കാർബൺ ആറ്റംസ്. ഓക്കെ, അപ്പൊ ഇവരിൽ നിന്നുള്ള പ്രിപ്പറേഷൻ ആണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഫസ്റ്റ് നമുക്ക് ആൽക്കീൻസിൽ നിന്നും എങ്ങനെ ഹാലോ ആൽക്കെയിൻസിനെ പ്രിപ്പയർ ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പൊ നമ്മള് ഇതിനെ തന്നെ നമുക്ക് സിംപ്ലി നമുക്ക് എന്താ പറയാം, ഹാലോജിനേഷൻ എന്നൊക്കെ നമുക്ക് നെയിം ചെയ്യാവുന്നതാണ്. ഹാലോജിനേഷൻ. ഓക്കെ, എന്താണ് ഈ ഹാലോജിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഹാലജൻസിനെ നമ്മൾ ഹൈഡ്രജന്റെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഹാലജൻസിനെ ആഡായി അങ്ങനെ നമുക്ക് കിട്ടുന്ന പ്രോഡക്ട്സ് ആണ്. ഓക്കെ, നമ്മൾ കുഞ്ഞു ക്ലാസ്സിലൊക്കെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഒക്കെ പഠിക്കും. സെയിം മെത്തേഡ് തന്നെയാണ്. നോക്കിയാൽ ഇപ്പൊ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന ഫസ്റ്റ് ആൽക്കെയിൻ ആണ് CH4, നമ്മുടെ മീതെയിൻ ആണ് അല്ലെ. സോ മീതെയിനിലേക്ക് നമ്മൾ ക്ലോറിൻ ഗ്യാസിനെ നമ്മൾ റിയാക്ട് ചെയ്യിക്കാൻ ഇൻ പ്രസൻസ് ഓഫ് ലൈറ്റ് ഓർ ഹീറ്റ്, എന്തിന്റെ പ്രസൻസിൽ നമുക്കത് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ലൈറ്റിന്റെ പ്രസൻസിൽ മീഥെയിനെ റിയാക്ട് ചെയ്യിക്കുമ്പോൾ ക്ലോറിനുമായിട്ട് നമുക്ക് എന്താ പ്രോഡക്റ്റ് കിട്ടുക? ഫസ്റ്റ് പ്രോഡക്റ്റ് എന്താണ്? ക്ലോറോ മീതെയിൻ അല്ലെ. ക്ലോറോ മീതെയിൻ. അപ്പൊ ഇവിടെ ഒരു ഹൈഡ്രജൻ മാറി അവിടേക്ക് ഒരു ക്ലോറിൻ വന്ന് അറ്റാച്ച് ആകുകയാണ്. പ്ലസ് ആ പോയ ഹൈഡ്രജനും ബാലൻസ് ഉള്ള ക്ലോറിനും കൂടെ കമ്പൈൻ ചെയ്ത് HCl ആയിട്ട് മാറുന്നുണ്ട്. വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആണിത് അല്ലെ. ഇതേപോലെ തന്നെ നമ്മുടെ കിട്ടിയ നമ്മുടെ പ്രോഡക്റ്റ് ഉണ്ടല്ലോ ക്ലോറോ മീതെയിനെ എഗെയിൻ നമ്മൾ ക്ലോറിനുമായിട്ട് പ്രസൻസ് ഓഫ് ലൈറ്റ് റിയാക്ട് ചെയ്യിക്കുകയാണ്. അപ്പൊ നമുക്ക് കിട്ടും CH2Cl2 അല്ലെ. ഡൈക്ലോറോ മീതെയിൻ ആണ്. ഡൈക്ലോറോ മീതെയിൻ. ഓക്കെ, പ്ലസ് എഗെയിൻ നമുക്ക് എന്താ കിട്ടുന്നുണ്ട്? HCl കിട്ടുന്നുണ്ട്. അതേപോലെ ഈ ഡൈക്ലോറോ മീതെയിനെ നമ്മൾ വീണ്ടും നമ്മുടെ ക്ലോറിൻ ഗ്യാസുമായിട്ട് റിയാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താ പ്രോഡക്റ്റ് കിട്ടുക? CHCl3. ശ്രദ്ധിക്കുക, CHCl3. ഇയാളുടെ പേരാണ് ട്രൈക്ലോറോ മീതെയിൻ. ഇതിന് ബാലൻസ് ഉള്ള ഹൈഡ്രജനും ക്ലോറിനും കൂടെ കമ്പൈൻ ചെയ്ത് HCl ഉണ്ടാവും. ഇതിൽ ഈ ട്രൈക്ലോറോ മീഥെയിനെ തന്നെയാണ്, ഇതിനൊരു ഓമന പേരുണ്ട് അല്ലെ, ഇതിനൊരു കോമൺ നെയിം ഉണ്ട്. എന്താണത്? ക്ലോറോഫോം അല്ലെ. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ നമുക്ക് ഇമ്പോർട്ടന്റ് കോമ്പൗണ്ട്സ് ഒക്കെ പഠിക്കാനുണ്ട്. അപ്പൊ ആ ഇമ്പോർട്ടന്റ് കോമ്പൗണ്ട്സിൽ നമ്മൾ ഈ പറയുന്ന പ്രോഡക്ട്സ് ക്ലോറോമീഥെയിൻ, ഡൈക്ലോറോമീഥെയിൻ, ട്രൈക്ലോറോമീഥെയിൻ അഥവാ ക്ലോറോഫോമിന്റെ ഒക്കെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അത് നമ്മൾ എന്തെങ്കിലും ഈ ചാപ്റ്റർ അവസാനിക്കുന്ന ഇമ്പോർട്ടന്റ് കോമ്പൗണ്ട്സ് ഡിസ്കസ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്കത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാക്കാം. ദെൻ ഈ ട്രൈക്ലോറോ മീഥെയിനെ എഗെയിൻ നമ്മൾ ക്ലോറിൻ ഗ്യാസ് ഇൻ പ്രസൻസ് ഓഫ് ലൈറ്റ് റിയാക്ട് ചെയ്യിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? CCl4 കിട്ടും. കാർബൺ ടെട്രാക്ലോറൈഡ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ തന്നെ നമുക്ക് വേറെ രീതിയിൽ എന്ത് നെയിം ചെയ്യാൻ പറ്റും? ടെട്രാക്ലോറോ മീഥെയിൻ അല്ലേ. ടെട്രാക്ലോറോ മീഥെയിൻ രണ്ടും ഇതിന്റെ നെയിം തന്നെ. കാർബൺ ടെട്രാക്ലോറൈഡ് എന്ന് കോമൺ ആയിട്ട് പറയും. ടെട്രാക്ലോറോ എന്ന് IUPAC വെച്ചിട്ട് നമുക്ക് നെയിം ചെയ്യാൻ പറ്റും. അങ്ങനെ കൂടെ HCl ഗ്യാസും ഉണ്ടാകുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഹൈഡ്രോ കാർബൺസിൽ നിന്നും ആൽക്കെയിൻസ് ഉപയോഗിച്ചുള്ള ഹാലോ ആൽക്കെയിൻസിന്റെ പ്രിപ്പറേഷൻ. ഓക്കെ, വളരെ സിമ്പിൾ ആണ്, വലിയ ഡിഫിക്കൽട്ട് ഒന്നുമല്ല, വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇത്രയേ ഉള്ളൂ നമുക്ക് ആൽക്കെയിൻസിൽ നിന്നുള്ള ഹാലോ ആൽക്കെയിൻസിന്റെ പ്രിപ്പറേഷൻ. അപ്പൊ നമ്മള് ഹൈഡ്രോ കാർബൺസിൽ നിന്നുള്ള ഹാലോ ആൽക്കെയിൻസിന്റെ പ്രിപ്പറേഷൻ ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ അതിൽ നമ്മൾ ആൽക്കെയിൻസിൽ നിന്നുള്ള പ്രിപ്പറേഷൻ കണ്ടു കഴിഞ്ഞു. വളരെ സിമ്പിൾ ആയിരുന്നല്ലോ അല്ലെ. ഇനി നമുക്ക് ആൽക്കെയിൻസിൽ നിന്നും അല്ലെ ഡബ്ലി ബോണ്ടഡ് ആയിട്ടുള്ള കാർബൺ ആറ്റംസ് വരുമ്പോൾ എങ്ങനെ ഹാലോ ആൽക്കെയിൻസിന്റെ പ്രിപ്പറേഷൻ നോക്കാം. ഓക്കെ, അതിൽ രണ്ട് മെത്തേഡ്സ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അഡിഷൻ ഓഫ് ഹൈഡ്രജൻ ഹാലൈഡ്. ഒരു ഹൈഡ്രജൻ ഹാലൈഡ്, അതായത് HBr HCl HI ഇങ്ങനെയുള്ള ഏതൊരു ഹൈഡ്രജൻ ഹാലൈഡിനെ എന്ത് ചെയ്യുന്നു നമ്മൾ ആൽക്കീനിലേക്ക് അഡിഷൻ നടത്തിയും, അല്ലെങ്കിൽ അഡിഷൻ ഓഫ് ഹാലജൻ. ഹാലജൻസിനെ തന്നെ ഡയറക്റ്റ് ആയിട്ട്
അഡിഷൻ നടത്തി. ഈ രണ്ട് രീതിയിലാണ് നമ്മൾ ഹൈഡ്രോ കാർബൺസിൽ ആൽക്കീൻസിൽ നിന്നും ഹാലോ ആൽക്കൈന് പ്രിപ്പറേഷൻ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ വളരെ സിമ്പിൾ ആണ്, നേരത്തെ പോലെ തന്നെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നോക്കിക്കോളൂ. അപ്പൊ നമുക്ക് ഫസ്റ്റ് അഡിഷൻ ഓഫ് ഹൈഡ്രജൻ ഹാലൈഡ് നോക്കാം. ഇവിടെ നിങ്ങളിത് ഓൾറെഡി പ്ലസ് വണ്ണിൽ പഠിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇവിടെ ഒന്നുകൂടി അത് മെൻഷൻ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേഗം ഓർത്തെടുക്കാൻ പറ്റുന്ന കാര്യം. നമുക്ക് CH3 CH ഡബിൾ ബോണ്ട് CH2 അല്ലെ, ഇതാരാ നമ്മുടെ പ്രൊപ്പീനാണ് അല്ലേ, ഇത് പ്രൊപ്പീനാണ് അല്ലെ. പ്രൊപ്പീനിലേക്ക് HBr നമ്മൾ അഡിഷൻ ചെയ്യണം. ഹൈഡ്രജൻ ഹാലൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈഡ്രജൻ ബ്രോമൈഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിലേക്ക് അഡിഷൻ നടത്തുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ്, നിങ്ങൾ പ്ലസ് വണ്ണില് മേജർ പ്രോഡക്റ്റ് ഏത് മൈനർ പ്രോഡക്റ്റ് ഏതെന്നൊക്കെ ഐഡന്റിഫിക്കേഷൻ നടത്തേണ്ടതായിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് അതില്ല, മേജർ പ്രോഡക്റ്റ് മാത്രം നോക്കുക. ഞാൻ പിന്നെ നിങ്ങൾക്ക് അതൊന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് രണ്ട് പ്രോഡക്ട്സ് എഴുതിയിരിക്കുന്നത്. നമുക്ക് രണ്ട് രീതിയിൽ പ്രോഡക്റ്റ് ഉണ്ടാവും. ഓക്കെ, സെക്കൻഡ് കാർബണിൽ വന്ന് ബ്രോമിൻ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു കോമ്പൗണ്ടും ലാസ്റ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് കാർബണിൽ നിന്ന് ബ്രോമിൻ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു സെക്കൻഡ് കോമ്പൗണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ കോമ്പൗണ്ട് ഇവിടെ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഈ രണ്ട് രീതിയിലുള്ള പ്രോഡക്ട്സ് ഉണ്ടാവും, ഇതിൽ ഏതാ മേജർ, അത് പറഞ്ഞു തരുന്ന റൂളാണ് മാർക്കോ-നിക്കോസ് റൂൾ. എന്താണ് അദ്ദേഹം പറഞ്ഞു തന്നിട്ടുള്ളത്, ഒരു അൺസിമെട്രിക്കൽ ആയിട്ടുള്ള ഒരു റിയേജന്റ് വരുമ്പോൾ അൺസിമെട്രിക്കൽ ആയിട്ടുള്ള ഒരു ആൽക്കീനിലേക്ക് അഡിഷൻ നടത്തുന്ന സമയം ഈ റിയേജന്റിലെ നെഗറ്റീവ് പാർട്ട്, ഇവിടുത്തെ നെഗറ്റീവ് പാർട്ട് ആരാ, ബ്രോമിൻ ആണല്ലേ നമ്മുടെ നെഗറ്റീവ് പാർട്ട്, ഹൈഡ്രജൻ പോസിറ്റീവ് പാർട്ടാണ്. സോ ഈ നെഗറ്റീവ് പാർട്ടായിട്ടുള്ള ആള് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞേ, എവിടാണോ ഹൈഡ്രജന്റെ അളവ് കുറവുള്ള കാർബൺ അവിടേക്ക് പോയി ആഡ് ആവും അല്ലെ. ആഡിങ് മോളിക്യൂൾസ് എവിടേക്ക് ആഡ് ആവും എന്ന് പറഞ്ഞേ, കാർബൺ കണ്ടെയ്നിങ് ലെസ്സർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് അവിടേക്ക് പോയി ഒരു അഡിഷൻ നടത്തുക ചെയ്യുക. ദെൻ നമ്മുടെ ഹൈഡ്രജൻ പോസിറ്റീവ് ആയിട്ടുള്ള ഹൈഡ്രജൻ എവിടാണോ ഹൈഡ്രജന്റെ എണ്ണം കൂടുതലുള്ളത് അവിടെയും പോയി ആഡ് ആവും. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് പ്രോഡക്റ്റ് കിട്ടുന്നത്. സോ അക്കോർഡിംഗ് ടു മാർക്കോ-നിക്കോസ് റൂൾ അനുസരിച്ചാണെങ്കിൽ ഇതിൽ ഏതാണ് നമ്മുടെ മേജർ പ്രോഡക്റ്റ് അല്ലെ. സിംപ്ലി നമുക്ക് പറയാം ഫസ്റ്റ് വൺ ഇതല്ലേ, ഇതാണ് നമ്മുടെ മേജർ പ്രോഡക്റ്റ് അല്ലെ. ഇത്രയേ ഉള്ളൂ ഇതിൽ പ്രോഡക്റ്റിന്റെ ഐഡന്റിഫിക്കേഷൻ. അതായത് പേര് അറിഞ്ഞിരിക്കണം. എന്താ ഇവിടുത്തെ നെയിം വരിക, 2-ബ്രോമോ പ്രൊപ്പൈൻ. ഓക്കെ, പിന്നെ നമുക്ക് ബ്രോമോ പ്രൊപ്പൈനും കിട്ടുന്നുണ്ട്. പക്ഷെ ഇതെന്തല്ല, ഇതൊരു മേജർ പ്രോഡക്റ്റ് അല്ല. പക്ഷെ ഈ പ്രോഡക്റ്റ് കിട്ടും. എപ്പോഴാണ് നമുക്ക് ഈ പ്രോഡക്റ്റ് കിട്ടുക, ഇൻ പ്രസൻസ് ഓഫ് പെറോക്സൈഡ്. ഇവിടെ നമ്മൾ പെറോക്സൈഡിന്റെ പ്രസൻസിലാണ് റിയാക്ട് ചെയ്യിക്കുന്നതെങ്കിൽ നമുക്ക് അപ്പോഴാണ് ആന്റി മാർക്കോ-നിക്കോസ് റൂൾ ആണ് അത്. അപ്പൊ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് സെക്കൻഡ് പ്രോഡക്റ്റ് ആയിരിക്കും മേജർ പ്രോഡക്റ്റ് ആയിട്ട് വരിക. അക്കോർഡിംഗ് ടു മാർക്കോ-നിക്കോസ് റൂൾ ഈ ഫസ്റ്റ് പ്രോഡക്റ്റ് ആയിരിക്കും നമ്മുടെ മേജർ പ്രോഡക്റ്റ്. ഓക്കെ, ഒന്നുകൂടി പറയാം. ഒരു അൺസിമെട്രിക്കൽ ആയിട്ടുള്ള ഒരു റിയേജന്റ് വരുമ്പോൾ അൺസിമെട്രിക്കൽ ആയിട്ടുള്ള ആൽക്കീനിലെ അഡിഷൻ നടക്കുമ്പോൾ അതിലെ ആ റിയേജന്റിലെ നെഗറ്റീവ് പാർട്ട്, ഓക്കെ, നെഗറ്റീവ് പാർട്ടായിട്ടുള്ള എന്താണ് മോളിക്യൂള് അല്ലെങ്കിൽ നെഗറ്റീവ് പാർട്ടായിട്ടുള്ള ആള് എന്ത് ചെയ്യും, എവിടാണോ ഹൈഡ്രജൻ കുറവുള്ള കാർബൺ അവിടേക്ക് പോയി അഡിഷൻ നടത്തും. ഓക്കെ, ദെൻ പോസിറ്റീവ് പാർട്ടായിട്ടുള്ള ഹൈഡ്രജൻ കൂടുതൽ ഹൈഡ്രജൻ ഉള്ളിടത്ത കാർബണിലേക്ക് പോയി അഡിഷൻ നടത്തും. ഇതാണ് മാർക്കോ-നിക്കോസ് റൂൾ നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് ഈ പ്രോഡക്റ്റിന്റെ ഐഡന്റിഫിക്കേഷൻ. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിൽ തന്നെയുള്ള ഞാൻ പറഞ്ഞു രണ്ട് പാർട്ടായിട്ടാണ് ഇതിൽ നമുക്ക് പ്രിപ്പറേഷൻ വരുന്നത്. ഇത് സെക്കൻഡ് പ്രിപ്പറേഷൻ അഡിഷൻ ഓഫ് ഹാലജൻസ്. ഓക്കെ, ഹാലജൻസിന്റെ അഡിഷൻ നടത്തി. ഇത് ഒരു ലബോറട്ടറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. നമ്മുടെ NCERT വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ നോക്കിക്കോളൂ, ഇത് നമ്മുടെ ആൽക്കീൻ അല്ലെ. ഇതാരാണ് നോക്കി, ഈത്തീൻ ആണ് അല്ലെ. ഈത്തീൻ, നമ്മുടെ ഈത്തീനെ നമ്മുടെ ഡൈബ്രോമിൻ എടുത്തിരിക്കുകയാണ് അല്ലെ. ഡൈബ്രോമിൻ ഇൻ പ്രസൻസ് ഓഫ് CCl4 കാർബൺ ടെട്രാക്ലോറൈഡിന്റെ പ്രസൻസിൽ നമ്മൾ അഡിഷൻ നടത്തുക. ഇതിനൊരു പ്രത്യേകത ഉണ്ട്, ബ്രോമിൻ ഒരു റെഡിഷ് ബ്രൗൺ കളറാണ്. ഓക്കെ, ഈ ഒരു പ്രൊപ്പോർഷണാലിറ്റിയിൽ ബ്രോമിൻ കാണിക്കുന്ന ഒരു റെഡിഷ് ബ്രൗൺ കളറാണ്. അപ്പൊ ഇവരുടെ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒരു മോളിക്യൂൾ അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ടിൽ ഡബ്ലി ബോണ്ടഡ് ഉണ്ടോ എന്നുള്ള ഒരു ഡിറ്റക്ഷൻ നടത്താനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. ഓക്കെ, ലബോറട്ടറി ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പ്രിപ്പറേഷൻ ആണിത്. അപ്പൊ ബ്രോമിന്റെ പ്രസൻസിൽ നമ്മൾ ഈ CCl4ന്റെ പ്രസൻസിൽ ബ്രോമിനുമായിട്ട് ഒരു ആൽക്കീനെ റിയാക്ട് ചെയ്യിക്കുമ്പോൾ അത് ആൽക്കീൻ തന്നെ ആണോ എന്ന് മനസ്സിലാക്കുന്നത്. അപ്പം കിട്ടുന്ന പ്രോഡക്റ്റ് ഇതാ ഇങ്ങനെ കളർലെസ് ആണ്. എന്താ സംഭവിക്കുന്നത്, വിസിനൽ ഡൈബ്രോമൈഡ് ആയിട്ട് മാറും. ഈ ഇതിന്റെ അപ്പുറം ഇപ്പുറമായിട്ട് നമ്മുടെ ബ്രോമിൻ വന്ന് അറ്റാച്ച് ചെയ്യും. ഇതാണ് ഇവിടെ സംഭവിക്കുന്ന വിസിനൽ ഡൈബ്രോമൈഡ്. ഓക്കെ,
ഇത്രയേ ഉള്ളൂ. ഇത് അത്ര വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, NCERT ഇത് കൃത്യം എടുത്ത് പറയുന്നത് കൊണ്ട് ഡിസ്കസ് ചെയ്ത് നിങ്ങൾ ഓർത്തിരിക്കേണ്ട റിയാക്ഷൻ ഇതാണ്, അല്ലെങ്കിൽ പ്രിപ്പറേഷൻ ഇതാണ്. അഡീഷൻ ഓഫ് ഹൈഡ്രോജൻ ഹാലൈഡ്. പ്രൊപ്പീനെ നമ്മൾ എന്ത് ചെയ്ത് HBrനെ ആയിട്ട് അഡീഷൻ നടത്തിയപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള മേജർ പ്രോഡക്റ്റ് ഇതാണ് എന്നുള്ളത് പറഞ്ഞു തരുന്ന റൂൾ ഓർക്കുക. പ്രോഡക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. മാർക്കോണിക്കോസ് റൂളാണ്, വളരെ സിമ്പിൾ ആണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഹൈഡ്രോ കാർബൺസിൽ നിന്നുള്ള പ്രിപ്പറേഷൻ. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ഹാലോജൻ എക്സ്ചേഞ്ച് പ്രിപ്പറേഷൻ നോക്കാം. ഇനി ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.